ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ മൈൻക്രാഫ്റ്റിൽ നമ്മൾ സർവൈവൽ മോഡാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ക്രിയേറ്റ് വേൾഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പേര് നമുക്ക് ഫിയർ ഗൈ എന്ന് തന്നെ കൊടുക്കാം ഗൈസ്. നമ്മുടെ ചാനലിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ പേര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പേര് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈസി മതി, നോർമലി വേണ്ട. ക്രിയേറ്റ് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഷോ കോർഡിനൻസ് ഓണാക്കിയിടാം. ഇനി ക്രിയേറ്റ് ചെയ്യാം. പെട്ടെന്ന് നാവ് ഏതെങ്കിലും ഒരു പ്ലെയിൻസ് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. പ്ലെയിൻസ് ആയിരിക്കണേ. അയ്യോ, ചമ്മിപ്പോയി ഗൈസ്. സ്നോയാണ്. അയ്യോ, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തേര് ഗൈസ്. നമുക്ക് ആദ്യം തന്നെ പോയി ഒരു മരം വെട്ടാം. അത്യാവശ്യം നല്ലതാണ്. അവിടെ ഒരു മലയൊക്കെ ഉണ്ട്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്ലെയിൻസ് കണ്ടുപിടിക്കണം ഗൈസ്. നമ്മൾ പ്ലെയിൻസ് കണ്ടുപിടിക്കും എന്തായാലും. അതിന് പിന്നെ മരം വെട്ടാം ഗൈസ്. നമുക്ക് അങ്ങനെ നമ്മൾ മരം വെട്ടി കഴിയാറായിട്ടുണ്ട്. മരം വെട്ടണം എന്തിനാണെന്ന് വെച്ചാൽ ഗൈസ്, മരം വെട്ടിയിട്ട് വേണം നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ. ആ സാധനം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊടുവാളും കോടാലിയും എല്ലാം ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പ്ലാങ്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. പ്ലാങ്ക് ഉണ്ടാക്കി വെച്ചും ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടുന്നത്. നമുക്ക് 8 സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ സ്റ്റിക്ക് ഇല്ലെങ്കിൽ പണിപാളും. സ്റ്റിക്ക് വേണം കത്തി ഉണ്ടാക്കണമെങ്കിൽ. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. നമ്മളൊരു കത്തി ഉണ്ടാക്കി, കോടാലി ഉണ്ടാക്കി, പിക്കാക്സ് ഉണ്ടാക്കി. പിക്കാക്സ് നമ്മുടെ കല്ല് മുറിക്കാനുള്ളത്, ആക്സ് നമ്മുടെ മരത്തടി മുറിക്കാനുള്ളത്. ഗൈസ് 2 ആടുകൾ, ഇവിടെ 3 ആടുകളുണ്ടല്ലോ ഗൈസ്. നമുക്കിതിനെല്ലാത്തിനും കൊല്ലാം. ഈ ആടിനെ വെച്ചിട്ടാണ് ബെഡ് ഉണ്ടാക്കുന്നത്. 3 വൂള് വേണം. കറുത്ത സാധനം അതാണ് വൂൾ. അത് 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം ബെഡ് ഉണ്ടാക്കിയാലേ നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് രാത്രി കറങ്ങി നടക്കേണ്ടി വരും. രാത്രി കറങ്ങി നടക്കുന്നത് സേഫല്ല ഗൈസ്. ഇവിടെ കുറേ രാക്ഷസന്മാരുണ്ട്. രാത്രിയാകുമ്പോൾ വരുന്ന രാക്ഷസന്മാർ, അവരൊക്കെ ഇത്തിരി സീനാണ്. അതുകൊണ്ട് നമുക്ക് രാത്രി കറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ല ഹാർമറും നല്ല ഡയമണ്ടിൻ്റെ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഭാവിയിൽ അതൊക്കെ ആയിട്ട് വേണമെങ്കിൽ കറങ്ങി നടക്കാം. ഒന്നും കുഴപ്പമൊന്നുമില്ല ഗൈസ്. 3 പൂക്കൾ. എനിക്ക് ഈ ബ്ലാക്ക് ബെഡ് പണ്ടേ ഇഷ്ടമല്ല. നമുക്ക് പൂക്കൾ എടുക്കാം ഗൈസ്. പൂക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പൂ വെച്ച് നമുക്ക് കളറടിക്കാൻ പറ്റും ഉള്ളിൽ. ഉണ്ടാവും നമ്മുടെ ഡൈ. അതന്നെ അൺലോക്ക്. ആ കാണുന്ന ഡൈ. ഈ ഡൈ വെച്ച് നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും ഗൈസ്. മുയൽ കുട്ടികൾ. നമുക്ക് ആദ്യം ഈ മുയലിനെ കൊല്ലാൻ നോക്കാം. ഗൈസ്, ഒരു പ്ലെയിൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാനിങ്ങനെ വായുന്നത്. ഇത്ര നേരമായിട്ട് ഒരു പ്ലെയിൻസ് പോലും കിട്ടിയിട്ടില്ല. ഗൈസ്, പ്ലെയിൻസ് തപ്പിപ്പോയാൽ നമുക്ക് ദൈവം സ്റ്റോൺ തന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ വെട്ടിയെടുത്ത് നമുക്ക് സ്റ്റോണിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബൈ.
ഗൈസ് നമ്മൾ സ്റ്റോൺ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് വേണം നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാൻ. ഏത് സാധനം ഗൈസ്? നമ്മുടെ സ്വന്തം സ്റ്റോണിൻ്റെ പിക്കാക്സ്, സ്റ്റോണിൻ്റെ ആക്സ്, സ്റ്റോണിൻ്റെ സ്വന്തം സോഡ്. ഗൈസ് നമ്മൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്ലാങ്ക്സിൻ്റെ ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ പ്ലാങ്ക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും നമുക്ക് പ്ലാങ്ക്സ് കുറച്ച് എടുത്തേക്കാം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. സ്റ്റിക്ക് വെച്ച് നമ്മൾ ആദ്യം പിക്കാക്സ് ഉണ്ടാക്കി, പിന്നെ നമ്മളൊരു ഫർണസ് ഉണ്ടാക്കി. ഫർണസ് വെച്ചാണ് ഗൈസ് നമ്മൾ ഫുഡ് വേവിക്കണം. നമുക്ക് കുറച്ച് വുഡും കൂടെ ഇട്ടിക്കൊണ്ട് പോയേക്കാം. ഉണ്ടോ ഗൈസ്? നമുക്ക് സ്റ്റോണിൻ്റെ ആക്സായപ്പോൾ വുഡ് പെട്ടെന്ന് വെട്ടാൻ പറ്റുന്നുണ്ട്. മറ്റേ ആക്സിൽ കുറച്ച് പതിയായിരുന്നു. നമുക്കിനി പ്ലെയിൻസ് തപ്പി ഇറങ്ങാം ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ഗൈസ്. നമുക്ക് പ്ലെയിൻസ് തപ്പാൻ പോവാം. years later. ഗൈസ് അങ്ങനെ നമുക്ക് ഒരു പ്ലെയിൻസ് തപ്പി പോയിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയാറായി. രാത്രി ആയി കഴിഞ്ഞാൽ പണിയാണുള്ളത് ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് അങ്ങോട്ട് സംഘടിപ്പിക്കാം. ഈ കുത്തി അകത്തോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു വീട് പോലെ ഇവിടെ ആക്കിയെടുക്കാം ഗൈസ്. ഇവിടെ ഒരു കല്ല് വെച്ചേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കയറി വരും. ഇവിടെ കല്ല് കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കും. നമുക്കിവിടെ ഫർണസ് വെക്കാം ഗൈസ്. ഫർണസ് വെച്ചിട്ടാണ് നമുക്ക് ഫുഡ് വേവിക്കാം. ഫുഡ് നമ്മുടെ ഈ 3 ഉള്ളൂ, പക്ഷേ നമുക്കിപ്പോൾ 3 ആവശ്യമേ ഉള്ളൂ. ക്രാഫ്റ്റിൻ്റെ ഇവിടെ എന്താ വെക്കാൻ പറ്റാത്തത്? അതായത് നമുക്ക് ഫർണസ് വെച്ചേക്കാം. ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഒന്നും വെക്കണ്ട. ഇപ്പം ഫർണസ് ഇവിടെ വെക്കാൻ പറ്റാത്ത എന്താ? ഇപ്പോൾ ഗൈസ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഫർണസ് എടുത്ത് വെക്കാം. നമുക്ക് ഇനി ഫർണസിൽ ചൂടാക്കാൻ വെക്കാം ഗൈസ്. സാധനങ്ങൾ വെക്കാനുണ്ട്. ഇപ്പോഴാണ് കുറച്ച് വെട്ടാൻ കിട്ടിയത്. ഇനി നമുക്ക് ഇവിടെ എല്ലാം കുത്തി വൃത്തിയാക്കാം ഗൈസ്. ഇപ്പോൾ കുത്തി വൃത്തിയാക്കണം കണ്ടിട്ട് പോയോ? അയ്യോ ഗൈസ്, വെട്ടം പോയി, ഒന്നും കാണാൻ പറ്റുന്നില്ലേ? നമുക്കിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ വാതിലെടുത്ത് വെക്കാം. ആദ്യം ഈ സ്റ്റോൺ പൊട്ടിച്ച് മാറ്റട്ടെ. അയ്യോ ഗൈസ്, ഈ ഫർണസ് ഇവിടെ വെക്കാൻ പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. ഇതിൻ്റെ അകത്ത് നിന്ന് ചാർക്കോൾ ഉണ്ടാക്കാം. ചാർക്കോളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് മാറ്റിച്ച് ഈ വെട്ടത്തിൽ തന്നെ നമുക്കൊരു ഡോറ് വെച്ചേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് മാറ്റാം. ഇനി ഡോറ് വെച്ചേക്കാം ഗൈസ്. നമ്മളിതൊരു വീടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു വീടല്ല, പക്ഷെ നമുക്ക് ഭംഗിയുള്ളൊരു വീടാക്കി എടുക്കണം. നമുക്ക് ടോർച്ച് വെച്ച് കഴിഞ്ഞ് ചെയ്യാം. ഈ ചാർക്കോൾ വെച്ച് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഞാനവിടെ ഡോറെടുത്ത് വെച്ചേക്കുന്നു. എന്ത് പൊട്ടാനാണ് ഞാൻ? ഡോറ് പൊട്ടിച്ച് മാറ്റി. ഈ ഡോറ് പൊട്ടിക്കാം. അതാണ് ഇതിൻ്റെ കാര്യം, പ്രശ്നത്തിൻ്റെ കാര്യം. അറിയാതെ എവിടെയും തട്ടിക്കഴിഞ്ഞാൽ ഒരു സാധനം അവിടെ പോയി. പിന്നെ അത് പൊട്ടിച്ച് മാറ്റാൻ അതിലും കൂടുതൽ സമയം എടുക്കും. ഈ സ്റ്റോണ് ഈ ഫർണസൊക്കെ പൊട്ടിച്ച് മാറ്റാൻ ഇവിടെ 2 ഫർണസ് ഉണ്ട്. ഒരു ഫർണസ് പോലെ നമുക്കിതെല്ലാം വൃത്തിയാക്കി നല്ലപോലെ എടുത്ത് ഒരു ഇത് ആക്കി മാറ്റാം ഗൈസ്.
ഈ ഫർണസ് പൊട്ടിച്ചിട്ട് എടുത്തിട്ട് ഇവിടെ വെക്കാം ഗൈസ്. ഇവിടെ 2 ഫർണസും കൂടെ ഒരുമിച്ച് വെക്കാം. ആദ്യത്തെ ഭക്ഷണം കഴിച്ചോട്ടെ. ഭക്ഷണം കഴിഞ്ഞിരിക്കും. നമ്മുടെ മൂളിൽ കിടന്നാണ് ഗൈസ് നമ്മുടെ ഹങ്കർ. വിശന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചത്തുപോകും ഗൈസ്. വിശന്ന് വലിഞ്ഞ് നമുക്കിനി അതിൻ്റെ പൊക്കത്തും കൂടെ ഫർണസ് വെക്കാം. ഇപ്പോൾ സെറ്റായി. നമുക്ക് ഈ ഡയറക്റ്റൊക്കെ പൊട്ടിച്ച് മാറ്റാം. ഇതല്ല, ഇത് മാറ്റി ഇവിടെ ഡയറക്റ്റ് വെച്ചേച്ച് നമുക്ക് അപ്പുറത്ത് പൊട്ടിക്കാം ഗൈസ്. അതാണ് നല്ലത്. അപ്പുറത്ത് പൊട്ടിച്ച് നമുക്കൊരു ട്രാപ്പ് ഡോർ അവിടെ അങ്ങോട്ട് വെക്കാം. നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വെച്ചേക്കാം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. എങ്ങാനും രാവിലെ ആയെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിയിട്ട് രാവിലെ ആയെന്ന് നോക്കാം. ട്രാപ്പ് ഡോർ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്ത് വെച്ചും ഈ ഡർട്ടെല്ലാം പൊട്ടിച്ച് മാറ്റി അവിടെയെല്ലാം കോബിൾ സ്റ്റോൺ വെക്കാം. ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പം കാണാനൊരു ഭംഗിയുണ്ട്. പൊക്കത്തും കൂടെ പൊക്കത്തും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ ആണ് നോക്കുന്നത്. ഇനിയിപ്പോൾ രാവിലെ ആയെന്ന് തോന്നുന്നു. രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. വാ, കൊള്ളാല്ലേ? രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതെല്ലാം അടച്ചു വെച്ച് ബൈ ബൈ പറയാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്ത എപ്പിസോഡ് നമ്മൾ വരുന്നതായിരിക്കും. ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും.